അമ്മമാരെ സ്നേഹിക്കാനും പ്രത്യേകം ഓർക്കാനും ഒന്നും ഒരു സ്പെഷ്യൽ ഡേയുടെ ആവശ്യമില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എങ്കിലും നമ്മൾ മറ്റ് ഡേയ്സ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യും പോലെ മദേഴ്സ് ഡേയും സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് അല്ലേ? മെയ് 14 മദേഴ്സ് ഡേ, അതായത് ഇന്റർനാഷണൽ മദേഴ്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മദേഴ്സ് ഡേയിൽ നമ്മുടെ അമ്മമാർക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടൊരു സർപ്രൈസ് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് മക്കൾ കാണുമല്ലോ. സോ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. എങ്ങനെയാണ് അമ്മമാർക്ക് സർപ്രൈസ് കൊടുക്കുക എന്ന ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഐഡിയ പറഞ്ഞുതരാം. അപ്പൊ എന്തൊക്കെയാണ് ആ ചെറിയ ചെറിയ ഐഡിയാസ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫുഡ് തയ്യാറാക്കി കൊടുക്കുക എന്നുള്ളതാണ്. സാധാരണ പൊതുവെ മക്കളൊക്കെ ഭയങ്കര ബിസി ആയിരിക്കുന്ന സമയത്ത് വീട്ടിൽ അമ്മമാർ ജോലിക്കൊന്നും പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അമ്മമാരായിരിക്കും രാവിലെ തൊട്ട് രാത്രി വരെയുള്ള ഭക്ഷണ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദിവസം, ഈ ഒരു മദേഴ്സ് ഡേയുടെ ദിവസമെങ്കിലും അവർക്ക് നല്ല ഇഷ്ടമുള്ള ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് തയ്യാറാക്കി കൊടുത്തു വെക്കാം. ടേബിളിൽ വെച്ച് ഇതൊക്കെ അറേഞ്ച് ചെയ്തതിന് ശേഷം ഏറ്റവും മനസ്സിൽ നിന്ന് വരുന്ന അമ്മയോട് തോന്നുന്ന കുറച്ച് വാക്കുകളും എഴുതി ഒരു പേപ്പറിലാക്കി വെച്ചിട്ട് അമ്മയ്ക്ക് അതൊരു സർപ്രൈസ് ആയിട്ട് കൊടുക്കാം. നമ്പർ 2, ഫ്ലവേഴ്സ് ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല അല്ലെ? അപ്പൊ ഈ മദേഴ്സ് ഡേയിൽ അമ്മമാരെ സന്തോഷിപ്പിക്കാനായിട്ട് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട പൂക്കൾ സമ്മാനമായിട്ട് നൽകിയാലോ? രാവിലെ എഴുന്നേറ്റ് ഡോർ തുറക്കുമ്പോഴേക്കും അമ്മമാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കെട്ട് ഫ്ലവേഴ്സ് അല്ലെങ്കിൽ ഒരു ബൊക്കെ കൊടുക്കുന്നത് അവർക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമായിരിക്കും. അങ്ങനത്തെ ഒരു ചെറിയ സർപ്രൈസും കൊടുക്കാവുന്നതാണ്. പൊതുവെ ഒട്ടുമിക്ക വീടുകളിലും അമ്മമാരായിരിക്കും കൂടുതൽ ജോലി ചെയ്യുന്നുണ്ടാവുക. അതായത് രാവിലെ മുതൽ വൈകുന്നേരം വരെയും നല്ല രീതിയിൽ പണിയെടുത്ത് ബുദ്ധിമുട്ടുന്ന അമ്മമാർ കുറേ പേരുണ്ടാവും. ജോലിക്ക് പോകുന്ന അമ്മമാരുണ്ടാവും, ജോലിക്ക് പോവാത്ത അമ്മമാരും ഉണ്ടാവും. സോ ഈ അമ്മമാർക്ക് ആ ഒരു ദിവസമെങ്കിലും ഒരു ലീവ് കൊടുത്താലോ? അതായത് മക്കളുടെ ഒരു ദിവസം ലീവ് എടുത്ത് അമ്മമാരെ ഒന്ന് റെസ്റ്റ് എടുക്കാൻ അനുവദിക്കുക. ആ ഒരു ദിവസം ഒന്നും ചെയ്യിക്കാതെ വെറുതെ ഒരു കസേരയിൽ ഇരുത്തി സിനിമ കാണാനോ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാനോ ഒക്കെ അനുവദിക്കുക. എന്നിട്ട് ആ ജോലി മക്കളും അച്ഛനും എല്ലാവരും കൂടെ കൂടി ഇരുന്നിട്ട് ചെയ്യുക. നമ്മൾ എല്ലാവരുടെയും ബർത്ത്ഡേസും ഓരോ ഫംഗ്ഷൻസും ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാറുള്ള ആൾക്കാരല്ലേ? അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻസോട് കൂടി മദേഴ്സ് ഡേയും സെലിബ്രേറ്റ് ചെയ്യാം. അതിനായിട്ട് അമ്മയ്ക്ക് ഒരു സർപ്രൈസ് പാർട്ടി തന്നെ കൊടുക്കാം. അമ്മയ്ക്ക് ഈ സർപ്രൈസ് പാർട്ടി കൊടുക്കുന്ന സമയത്ത് വളരെ ക്ലോസ് ആയിട്ട് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള റിലേറ്റീവ്സും ഏറ്റവും ഇഷ്ടമുള്ള സുഹൃത്തുക്കളും മാത്രം ഇൻക്ലൂഡ് ചെയ്യിക്കാം. അത് അമ്മയ്ക്ക് വളരെ റിലീഫായിരിക്കും, വളരെ റിലാക്സ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യമായിരിക്കും. ഇത് കൂടാതെ മദേഴ്സ് ഡേയുടെ അന്ന് അമ്മയ്ക്ക് ഒരു സർപ്രൈസ് സ്മോൾ ട്രിപ്പ് കൊണ്ടുപോകാം. അതായത് നിങ്ങളുടെ അടുത്തുള്ള അല്ലെങ്കിൽ കുറച്ച് അമ്മയ്ക്ക് കാണണമെന്നിടയ്ക്ക് പറയാറുള്ള ഏതെങ്കിലും ഒരു അടുത്തുള്ള സ്ഥലത്തേക്ക് ഒരു 1 day ട്രിപ്പ് കൊണ്ടുപോകാം. അത് അമ്മയുടെ കുറേ നാളത്തെ ഒരു സ്ട്രെസ്സിനൊക്കെ ഒരു റിലീഫ് ആയിരിക്കും. ഇനി ഗിഫ്റ്റുകളും കൊടുക്കാവുന്നതാണ് അമ്മമാർക്ക്. അത്തരത്തിലുള്ള ഗിഫ്റ്റുകൾ ഏതൊക്കെയാന്ന് നോക്കാം. ഒന്നാമത്തെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് വാച്ചാണ്. വെറും വാച്ച് അല്ല കേട്ടോ, കസ്റ്റമൈസ്ഡ് വാച്ച്. ഇപ്പോഴത്തെ കാലത്ത് എല്ലാം കസ്റ്റമൈസ് ചെയ്ത് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് വാച്ചും കസ്റ്റമൈസ് ചെയ്യാം. അമ്മയ്ക്ക് ഇഷ്ടമുള്ള രീതിയിലും ഡിസൈനിലും ഒക്കെ വരുന്ന രീതിയിൽ അമ്മയ്ക്ക് ഇഷ്ടമുള്ള സ്ട്രാപ്പ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു കസ്റ്റമൈസ്ഡ് വാച്ച് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം. സ്പാ ആൻഡ് വെൽനസ് പാക്കേജ്, അതായത് അമ്മയ്ക്ക് ഒരു ദിവസം ഫുൾ ഹെൽത്തി ആയിരിക്കാൻ, ഫുൾ സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വെൽനസ് പാക്ക് കൊടുക്കാം. അതായത് സ്പാ ഉണ്ടായിരിക്കും, ഫേഷ്യൽ ഉണ്ടായിരിക്കും, അങ്ങനെയുള്ള ഒരുപാട് പാക്കുകളൊക്കെ ഇന്ന് അവൈലബിൾ ആണ്. ഇനി കൈകൊണ്ട് എഴുതിയ ലെറ്ററോ അല്ലെങ്കിൽ ഒരു സ്ക്രാപ്പ് ബുക്കോ ഒക്കെ ഗിഫ്റ്റായിട്ട് കൊടുക്കാം. അതായത് നമ്മൾ തന്നെ എഴുതിയിട്ടുള്ള കുറച്ച് ഫോട്ടോസും പഴയ മെമ്മറീസും ഒക്കെ വെച്ചിട്ട് കുറേ വേർഡ്സും അമ്മയെക്കുറിച്ച് തോന്നുന്ന കാര്യങ്ങളും ഒക്കെ നമുക്ക് കുറേ നാളുകൾ കൊണ്ട് മുൻകൂട്ടി കണ്ടിട്ട് അത് ഗിഫ്റ്റായിട്ട് കൊടുക്കാം. കസ്റ്റമൈസ് ചെയ്ത ഫോട്ടോ ആൽബമോ അല്ലെങ്കിൽ ഫോട്ടോ ബുക്കോ കൊടുക്കാവുന്നതാണ്. കുറച്ചധികം നാളത്തെ അമ്മയുടെ ഫോട്ടോസും ചെറുപ്പത്തിലുള്ള അമ്മയുടെ ഫോട്ടോസും ഒക്കെ കളക്ട് ചെയ്തിട്ട് അതൊരു ബുക്കായിട്ട് കൊടുക്കാം. അതിൽ നമ്മുടെ എല്ലാവരുടെയും മെമ്മറീസ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ബുക്കായിട്ട് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അമ്മ സന്തോഷിക്കും. ഹാൻഡ് ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം അമ്മയ്ക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ, നന്നായിട്ട് ക്രാഫ്റ്റ് ചെയ്യാൻ അറിയാവുന്ന ആളാണെങ്കിൽ ക്രാഫ്റ്റ് ചെയ്ത ഒരു സാധനം അമ്മയ്ക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ അതും ഒരുപാട് സന്തോഷം ഉണ്ടാക്കും. മാത്രമല്ല അമ്മയുടെ പേരിൽ ഏതെങ്കിലും ഒരു ചാരിറ്റിക്കോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു നല്ല കാര്യത്തിനോ ഡൊണേഷൻ കൊടുക്കുന്നത്, അമ്മയുടെ കൈകൾ കൊണ്ട് തന്നെ ഡൊണേഷൻ കൊടുപ്പിക്കുന്നതും അമ്മയ്ക്കൊരു വലിയ ഗിഫ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ അമ്മയെ എങ്ങനെ മദേഴ്സ് ഡേ അന്ന് സർപ്രൈസ് ചെയ്യാം എന്നൊക്കെ ഗിഫ്റ്റുകൾ കൊടുക്കാമെന്ന് കണ്ടല്ലേ? നിങ്ങൾക്ക് ഇതുപോലെ സർപ്രൈസുകളും ഗിഫ്റ്റ് ഐറ്റംസും അറിയാമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം. സോ എല്ലാവർക്കും ഹാപ്പി മദേഴ്സ് ഡേ.